ഇങ്ങനെ കിട്ടിയ രേഖകൾ വല്ലതുമാണോ നേരത്തെ പറഞ്ഞ ഒരു ലോക്കർ? നമ്മൾ പറഞ്ഞിരുന്നു ഒരു തുറക്കാനുള്ള ലോക്കറുണ്ട്. ലോക്കർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജോസഫിനെ ചോദ്യം ചെയ്തപ്പോൾ കണ്ടെത്തി ആ ലോക്കർ സീൽ ചെയ്തിരിക്കുകയാണ്. അത് തുറക്കാനും ചില രേഖകൾ ഒപ്പിടാനും വേണ്ടി റോയിയെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോഴാണ് റോയി എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു സഹോദരന്. ബിഗ് ട്രബിൾ, വലിയ കുഴപ്പമാണ് എന്ന് കാണിച്ച് ഒരു മെസ്സേജ് അയച്ചിട്ട് ആ ക്യാബിനിലേക്ക് കയറി അകത്തുനിന്ന് കുറ്റിയിട്ടു. സൈലൻസർ ഉള്ളതൊക്കെ ആയതുകൊണ്ട് വെടിവെച്ച കേട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കാണാതിരുന്നപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറുന്നത്. അപ്പോഴാണ് നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ റോയിയെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ഓസ്ട്രിയൻ നിർമ്മിതമായ പിസ്റ്റൽ കൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഹൃദയവും ശ്വാസകോശവും തകർത്ത് വെടിയുണ്ട പുറത്തേക്ക് പോയി. പിന്നെ റോയി എല്ലാ യാത്രകൾക്കിടയിലും തൻ്റെ ബ്രീഫ് കേസിൽ ഈ തോക്ക് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം റോയി കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും സഞ്ചരിക്കുമ്പോൾ ഈ തോക്ക് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? ഒരു ചോദ്യമാണ്. എന്തിനകത്ത് അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായതായിട്ട് അറിയില്ല. അപ്പോൾ ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുൽ ജനറലായിട്ട് തൻ്റെ സ്വന്തം ഓഫീസ് മാറ്റി എന്നിട്ട് അത്തരം ചില പരിരക്ഷകൾ ആ രാജ്യത്തിൻ്റെ കെയർ ഓഫിലുള്ള പരിരക്ഷകൾ കിട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെ അദ്ദേഹത്തിന് കോൺസുൽ ജനറൽ എന്നുള്ള പദവി കിട്ടി? അതും പ്രത്യേകിച്ച് എന്തുകൊണ്ട് സ്ലോവാക്യയുടെ തന്നെ തിരഞ്ഞെടുത്തു? സ്ലോവാക്യയുടെ ഹിസ്റ്ററി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് സ്ലോവാക്യയുടെ തന്നെ തിരഞ്ഞെടുത്തു എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളത് ഈ സംഗതികളെക്കുറിച്ച്, റോയിയുടെ മരണത്തെക്കുറിച്ച് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റോയിയുടെ മരണം കേന്ദ്ര സർക്കാർ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, പുറത്ത് വന്നിരിക്കുന്ന മറ്റൊരു വിവരം, ഇദ്ദേഹം 9 പേരുള്ള ആത്മഹത്യാക്കുറിപ്പുണ്ട്, അതുകൊണ്ട് തനിക്കിനി ചില ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ട്, തൻ്റെ ഭാവി എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്കൊക്കെ എഴുതി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. മാത്രമല്ല, കർണാടക പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം DIG വംശി കൃഷ്ണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ സംഘത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായി കേന്ദ്രം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. IB അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് റോയിയുടെ കൂടെ സഹായം ഉണ്ടാകും. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ IBക്ക് അന്വേഷിക്കാൻ കഴിയില്ല. റോയിയുടെ സഹായം കൂടെ കേന്ദ്ര സർക്കാർ തേടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.